വരാം ശ്രീ എൻ ശ്രീകുമാർ. ശ്രീ ഷാബു പ്രസാദ്, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെ താങ്കൾക്ക് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല, അതിൽ ഖേദിക്കുന്നു. താങ്കൾ പറഞ്ഞു വന്നത് ഇത് എന്തുകൊണ്ട് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം മാത്രമാകുന്നില്ല, എന്തുകൊണ്ട് ഇത് കേരളം ചർച്ച ചെയ്യണമെന്നിടത്താണ്. അപ്പോഴൊക്കെ ഈ അപ്പുറത്ത് നിൽക്കുന്ന CPM പാനലിസ്റ്റ് അടക്കം പറയുന്നത് CPMന്റെ ഒരു വാദം, ഈ രീതിയിലുള്ള ആരോപണങ്ങൾ, അഭ്യൂഹങ്ങൾ ഇതൊക്കെ ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. രണ്ട് പിണറായി സർക്കാരിന്റെ കാലത്തും ഇത് തന്നെയാണ് കേട്ടിരിക്കുന്നത്. പുറത്തിറങ്ങി നിന്ന് വിമർശിക്കുക, ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ജനത്തിന് കാര്യങ്ങൾ വ്യക്തമായി തിരിച്ചറിയാം. അതുകൊണ്ട് ഇത്തവണ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല എന്നുകൂടി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് മിണ്ടാത്തത്, മുഖ്യമന്ത്രി മിണ്ടാത്തത്, പാർട്ടി സെക്രട്ടറി മിണ്ടാത്തത്, കണ്ണൂർ ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ മറുപടി പറയാത്തത്. അത് കൺവിൻസിംഗ് ആണ്. അല്ലെന്നേ, മറുപടി കൺവിൻസിംഗ് ആയിട്ട് മറുപടി പറയാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ മിണ്ടാത്തത്. മൗനം വിദ്വാനുഭൂഷണം എന്നുള്ള ആ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പിന്നെ ഈ CPM എന്ന് പറയുന്ന പാർട്ടി കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്നു, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഈ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു സർപ്രൈസിങ് ന്യൂസാണോ? ഇത് ആരെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണോ? ഇവിടെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയുന്നത് പോലെ വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്നു എന്നുള്ളത്. CPM കുറ്റകൃത്യങ്ങളുടെ ഭാഗമല്ലെങ്കിൽ അതാണ് അത്ഭുതം, അതാണ് ഇവിടെ ചർച്ചാ വിഷയമാകേണ്ടത്. ഇതൊരു ചർച്ചാ വിഷയമല്ല, ഇതൊരു അത്ഭുതവുമല്ല. ഇപ്പം ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ CPM ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കണ്ണൂർ ഇപ്പം രാഷ്ട്രീയ കൊലപാതകങ്ങളോ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളോ നടക്കുന്നില്ല, ഇല്ല എന്ന് തന്നെ പറയാം. വെട്ടും കുത്തും കൊലപാതകവും കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല, സമാധാനമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയുമോ അപർണ? വളരെ ലളിതമാണിത്. CPMൻ്റെ അണികൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പോകാൻ നല്ല താല്പര്യം. അവർക്ക് എങ്ങനെയെങ്കിലും വല്ല പിൻവാതിൽ നിയമനം, സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സുകുമാര കലകളിൽ വിശാരദരായി 10 കാശുണ്ടാക്കി ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി CPMന് വേണ്ടി കൊട്ടേഷൻ പണി എടുത്തിരുന്ന കുറേ ആൾക്കാരുണ്ട്, ഈ ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവരൊക്കെ. അവരൊക്കെ ഇപ്പോൾ അകത്താണ്. പാർട്ടി തന്നെ അവരെ തള്ളിപ്പറഞ്ഞു, കാര്യം കഴിഞ്ഞ് അവരെ എടുത്ത് കളഞ്ഞു. പിന്നീട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ കൊട്ടേഷൻ പണി ചെയ്തുകൊണ്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു. ആ പോപ്പുലർ ഫ്രണ്ടിനെ എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിട്ടു. CPMന് ഇപ്പോൾ ഈ പരിപാടിക്ക് പോകാനുള്ള ആളെ കിട്ടുന്നില്ല. അതിന് പകരം ഈ സ്വർണ്ണക്കടത്തും ബാക്കിയുള്ള കൊട്ടേഷൻ പണിയും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഇപ്പോൾ ഏകദേശം നാട്ടിൽ മനസമാധാനമുണ്ട്. ഇവരെ കണ്ണൂരിൽ ഇപ്പോൾ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ല. നിങ്ങൾ നോക്കിക്കോളൂ. കഴിഞ്ഞ ഒരു എത്ര കാലമായി കണ്ണൂർ ഇത്രയും കാലം തുടർച്ചയായി സമാധാനമായിട്ട്. അത് ഒരർത്ഥത്തിൽ നല്ലതാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് കേസുകളായാലും കള്ളക്കടത്തായാലും സ്വർണ്ണക്കടത്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു CPM ബന്ധം എന്നുള്ളത് ഇന്നൊരു യാഥാർത്ഥ്യമാണത്. പിന്നെ ഈ പാർട്ടി വിട്ട് പുറത്തു വരുന്നവർ പാർട്ടിക്കകത്ത് നിന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ലാതാകുമ്പോഴാണല്ലോ അവർക്ക് പുറത്തു വന്ന് പറയേണ്ടി വരുന്നത്. ഇത് ആദ്യമായിട്ടല്ലല്ലോ MV രാഘവൻ പറഞ്ഞിട്ടില്ലേ, ഈ പറഞ്ഞ MV രാഘവൻ പറഞ്ഞിട്ടില്ലേ, ബെർലിൻ കുഞ്ഞനന്തൻ നായർ പറഞ്ഞില്ലേ, അബ്ദുള്ളക്കുട്ടി പറഞ്ഞില്ലേ. അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് നമുക്കറിയാമല്ലോ, വളരെ പ്രസിദ്ധമാണ്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് ഒരു പാർട്ടി മീറ്റിങ്ങിൽ വന്ന് എങ്ങനെ കൊലപാതകം നടത്തി ഒരു മൃതദേഹം വളരെ ഗംഭീരമായ രീതിയിൽ മറവ് ചെയ്യണം എന്നുള്ളതിന് കണ്ണൂർ ഇവിടുത്തെ ബംഗാളിലെ സഖാക്കളെ കണ്ടുപിടിക്കണം, ആഴമുള്ള കുഴിയെടുത്ത് ഉപ്പിട്ട് മൂടണം, അപ്പോൾ ആ ഡെഡ് ബോഡി പെട്ടെന്ന് ദ്രവിച്ചു പൊക്കോളും, പെട്ടെന്ന് ഒരു തെളിവും ഉണ്ടാകില്ല. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് ഈ കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ രാപ്പനി അറിഞ്ഞവരാണ് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്ന് പറയുന്നത്. പാർട്ടിക്കകത്ത് നിന്ന് അവർക്കത് പറയാൻ കഴിയില്ല, പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് പുറം ലോകം അറിയുകയില്ല. അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. അതുകൊണ്ട്
ഇതിനപ്പുറത്തേക്ക് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊന്നും ആരും തെറ്റുവരാക്കേണ്ട കാര്യമില്ല. അല്പം കൂടെ നമുക്ക് ഒന്ന് അകത്തോട്ട് കയറുകയാണെങ്കിൽ ഷുഹൈബ് കൊലപാതകത്തിൽ പി ജയരാജന്റെ പങ്ക് അന്വേഷിക്കണം, പങ്ക് വ്യക്തമാക്കുന്നുണ്ട് എന്ന് മനു തോമസ് വെളിപ്പെടുത്തൽ നടത്തുക, ഇത് അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പറയാം. ഇത് ആ തരത്തിലേക്ക് അന്വേഷണം പോകേണ്ടതാണ്. ഇത് ഒരു പക്ഷേ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ അത് സ്വാധീനപ്പെടാൻ ഇടയുള്ളതാണ്. അങ്ങനെ യൂത്ത് കോൺഗ്രസ് എന്തായാലും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കരുതുന്നുണ്ടാകുമോ? ഇത് അന്വേഷണം മറ്റൊരു വലിയ തലത്തിൽ നിന്ന് വരണം, കൂടുതൽ പേരുടെ പങ്കുണ്ടെങ്കിൽ അത്തരം രീതിയിലേക്കുള്ള ആവശ്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഉയർന്നു വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായിട്ട് ഉയർന്നു വരേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതുമാണ്. അത് ഈ CPM-ന്റെ കൊട്ടേഷൻ സംഘമായ കേരള പോലീസിനെ കൊണ്ടല്ല അത് ചെയ്യിക്കേണ്ടതും. നമുക്കറിയാം അവർ ചെയ്യുന്നത് എന്താണെന്ന്. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു മേയറുടെ, ആലോചിച്ച് നോക്കണം, തിരുവനന്തപുരം പോലൊരു നഗരത്തിലെ മേയറുടെ ലെറ്റർ ഹെഡ് മോഷണം പോയി, അവിടെ നിന്ന് കള്ളയൊപ്പിട്ട് ഒരു ലെറ്റർ പോയി എന്ന് ഇവർ തന്നെ ഉന്നയിച്ച ആരോപണം. അത് എന്താ യാഥാർത്ഥ്യം എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിന് മുഴുവൻ അറിയാം. പക്ഷേ ഇവർ പറഞ്ഞത് എൻ്റെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് ആരോ അത് മിസ്യൂസ് ചെയ്തു എന്നാണ്. അത് കണ്ടുപിടിക്കാൻ ആ അന്വേഷണം എവിടെ എത്തി അപർണ? എവിടെ നിന്ന് കാര്യം അത് എങ്ങും എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ കേരള പോലീസിനെ കൊണ്ട് ഇവിടെ CPM ശ്രീ ഷാബുപ്രസാദ് നേരത്തെ അയർബിജും പറഞ്ഞില്ലേ, ഈ പോലീസ് ഈ വിഷയത്തിനകത്ത് പോലീസിനെ അല്ല ഞാൻ അടച്ചാക്ഷേപി മനു തോമസിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഞങ്ങളിതാ സംരക്ഷണം കൊടുക്കുന്നു. ആഭ്യന്തര വകുപ്പ് ഇടപെട്ട്, പോലീസ് ഇടപെട്ട്, കണ്ണൂർ SP ഉത്തരവ് മനു തോമസിന് സംരക്ഷണം കൊടുക്കുക. കേരള പോലീസിൻ്റെ കാര്യക്ഷമതയെ പറ്റിയൊന്നും ആർക്കും സംശയമൊന്നുമില്ല. നല്ല ഒന്നാന്തരം പോലീസ് തന്നെയാണ്. പക്ഷേ അത് CPM-ന്റെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ആകുമ്പോഴാണ് ഈ പ്രശ്നം. വേറൊന്നുമില്ലാതെ കേരള പോലീസിൽ നല്ല മിടുമിടുക്കന്മാരായ ഓഫീസേഴ്സ് ഉണ്ട്, നല്ല ഒന്നാന്തരം പോലീസ് സേനയാണത്. അത് പലവട്ടം തെളിയിച്ചിട്ടുള്ള കാര്യവുമാണത്. പക്ഷേ CPM ഉൾപ്പെട്ട, ഭരണകക്ഷി ഉൾപ്പെട്ട കേസുകൾ വരുമ്പോൾ ഈ പോലീസ് സമ്മർദ്ദത്തിലാവുകയാണ്. അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർ ഇവരുടെ കൊട്ടേഷൻ പണി എടുക്കാനും ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും നിർബന്ധിതരായി മാറുകയാണ്. ആ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അല്ലാതെ ഞാൻ പോലീസ് സേനയെ അല്ല പറഞ്ഞത്. ഈ പോലീസ് സേന എത്തിപ്പെട്ടിരിക്കുന്ന ആ ഒരു ദുർഗതിയുണ്ട്, അത് കേരളത്തിൻ്റെ ദുർഗതിയാണത്, കേരളത്തിൻ്റെ ഗതികേടാണത്. ഇനിയും ഇവരൊക്കെ പറയുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ CPM 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ, 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയ ജനസമ്മതിയുടെ അംഗീകാരമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നു. ഇതേ ആനുകൂല്യം ഈ ആയുർ ബിജുവിൻ്റെ പാർട്ടിയും ഇവരും നരേന്ദ്രമോദിക്ക് കൊടുക്കുമോ 3 പ്രാവശ്യം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്? ഈ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് വിമർശനത്തിന് അതീതമല്ല, ചെയ്യുന്ന എന്ത് തോന്നിവാസത്തിനും ന്യായീകരണവുമല്ല. അത് സത്യത്തിൽ ഈ തെരഞ്ഞെടുത്ത ജനങ്ങളെ പറ്റിക്കലാണ്, തെരഞ്ഞെടുത്ത ജനങ്ങളെ വഞ്ചിക്കലാണത്. അത് പറയും, അത് ചൂണ്ടിക്കാട്ടും, അത് ഈ നാടത് ചർച്ച ചെയ്യുകയും വേണം. അതാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങളെ 2021 വീണ്ടും തിരഞ്ഞെടുത്തു, ജനങ്ങൾക്കറിയാം. ഇവരാരാന്ന് ഈ ജനങ്ങളുടെ കാര്യം പറയാൻ? ഞാനും കൂടെ ഉൾപ്പെട്ടതാണ് സാർ ജനം എന്ന് പറയുന്നത്. ഞാനും അപർണയും ശ്രീകുമാർ സാറും എല്ലാവരും കൂടെ ഉൾപ്പെട്ടതായി ജനം എന്ന് പറയുന്നത്. അല്ലാതെ ദേശാഭിമാനി അല്ല ജനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ AKG സെൻറ്റർ അല്ല ജനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആയുർ ബിജു അല്ല ജനമെന്ന് പറയുന്നത്. അതുകൂടെ ആലോചിക്കണം. അതുകൊണ്ട് ഇവിടെ അത് ചോദ്യം ചെയ്യും. ഇത് യാതറിഞ്ഞ കാര്യം. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, കേരളത്തിലെ CPM-ന്റെ കുറ്റകൃത്യത്തിലുള്ള ഇടപാടുകൾ, അവരുടെ ഇൻവോൾവ്മെൻറ്റ്, അത് ഈ കേരളത്തിലെ വളരെ സാധാരണമായ, നിത്യസാധാരണമായ ഒരു നോർമലായിട്ടുള്ള കാര്യമാണത്. വളരെ നോർമലായിട്ടുള്ള കാര്യമാണത്. അത് ഇവിടെ ആരെയും അത്ഭുതപ്പെടുത്തുന്നതേ ഇല്ല.